നമസ്കാരം, കാർസ് ഗരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബലേനോയുടെ ഡെൽറ്റ എന്നൊരു വേരിയൻ്റ് ഉണ്ട്. അത് 4 വേരിയൻസാണ് ബലേനോക്ക് ഓൾറെഡി ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയ ഡെൽറ്റയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ചാനലിൽ ഒരു ഗിവ് അവേ അറേഞ്ച് ചെയ്യുകയാണ്. ആ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻസിന് ശരി ഉത്തരം പറയുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും ആ ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വേരിയൻസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഒന്ന് സിഗ്മ, സെക്കൻഡ് വേരിയൻറ്റ് ഡെൽറ്റ, അതിന് തൊട്ട് മുകളിൽ സീറ്റ, ഏറ്റവും ടോപ്പ് മോഡൽ അത് ഫുൾ ഓപ്ഷൻ മോഡൽ ആൽഫ. അപ്പോൾ ഈ മോഡൽ ഡെൽറ്റ എന്നൊരു വേരിയൻ്റാണ്. 2015 നമുക്ക് മാരുതി ഈ ഒരു വാഹനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബലേനോയുടെ ഹാച്ച് ബാഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2015. അതിന് മുമ്പ് വരെ നമുക്ക് ബലേനോയുടെ സെഡാൻ മോഡലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതിൽ തന്നെ ഒരു എസ്റ്റേറ്റ് മോഡൽ ഉണ്ടായിരുന്നു, ബലേനോ ആൾട്ടൂറ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം കുറച്ച് നാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷമാണ് നമുക്ക് ഈ ഒരു 2015 മാരുതി ഈ ഒരു ഹാച്ച് ബാഗ് ബലേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഹാച്ച് ബാഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്കൊരു പ്രീമിയം സെഗ്മെൻ്റ് ആയിട്ട് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഒരു സബ് കോമ്പാക്റ്റ് 4 മീറ്ററിൽ താഴെ വരുന്ന ഒരു പ്രീമിയം ഹാച്ച് ബാഗ് എന്ന രീതിയിലാണ് മാരുതി ഈ വാഹനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല പ്രീമിയം ഫീച്ചേഴ്സും പ്രീമിയം ലുക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ഷോറൂം വഴിയാണ് ഈ വാഹനം വിറ്റുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡൽ, ഈ ഒരു ബലേനോ കാർ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് ഒരു സ്മൈലിംഗ് ഒരു ഫേസാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ശ്രദ്ധേയമാകുക. അതായത് അതൊരു കാരണമാകുന്ന നമുക്ക് ഈ ഒരു ഗ്രില്ലാണ്. സ്മൈലിംഗ് ഗ്രില്ലെന്നാണ് മാരുതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഗ്രില്ലിന് അടിയിലായിട്ട് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ വരെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ല് വരുന്ന ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ ഗ്രില്ല് വരുന്നത്. അതിന് താഴെയായിട്ട് നമ്പർ പ്ലേറ്റ് ഒരു സ്ലോട്ടും വരുന്നുണ്ട്. താഴെയായിട്ട് കുറച്ചുകൂടി വലുപ്പം കൂടിയ അത്യാവശ്യം നല്ല എയർ പാസേജ് കിട്ടുന്ന ഒരു എയർ ഡാമും അതിൽ വരുന്നുണ്ട്. ആ എയർ ഡാമിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വണ്ടിയെ ടോ ചെയ്യാനുള്ള ഒരു സ്ലോട്ടുണ്ട്. ഈ ക്യാപ്പ് റിമൂവ് ചെയ്ത് നമുക്ക് ടോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സൈഡിലായിട്ട് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ ബസ്സിലാണ് കാണുന്നത്. അത് നമുക്ക് ഇവിടെ റിമൂവ് ചെയ്തിട്ട് ഫോഗ് ലാമ്പ് അഡീഷണലി ഫിറ്റ് ചെയ്യാവുന്നതാണ്. മുകളിലായിട്ട് ഹെഡ് ലാമ്പ് വരുന്നത് ഒരു HID ആണ് വരുന്നത്. അത് LED യൂണിറ്റാണ് വരുന്നത്. അതിൽ തന്നെ ലോ ബീമും ഹൈ ബീമും ഇതിൽ തന്നെ വരുന്നുണ്ട്. അടിയിലായിട്ട് DRL എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് DRനേക്കാളും ബ്രൈറ്റ്നസ് കുറഞ്ഞ ലൈറ്റ് ഗൈഡ് എന്നാണ് മാരുതി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിന് സൈഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത്, ഹാലോജൻ ഇൻഡിക്കേറ്റർ വരുന്നു. ഈ ഹെഡ് ലാമ്പ് യൂണിറ്റിന് മുകളിലായിട്ട് നമുക്കൊരു ക്രോം എലമെൻറ്റ് കാണാൻ പറ്റും. ആ ക്രോം എലമെൻറ്റ് നമുക്ക് ഈ ഹെഡ് ലാമ്പിൻ്റെ ഈ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഗ്രില്ല് വഴി കണ്ടിന്യൂ ചെയ്ത് അടുത്ത ഹെഡ് ലാമ്പിലേക്കാണ് ഇത് ഇഴുകി ചേരുന്നത്. ആ ഒരു ക്രോം എലമെൻറ്റാണ് ശരിക്കും ഈ വാഹനത്തിന് മുന്നിൽ നിന്ന് ഒരു സ്മൈലിംഗ് ഫേസ് കൊടുക്കാനും ഒരു പ്രീമിയം ഫീൽ കൊടുക്കാൻ സഹായിക്കുന്ന ആ ഒരു ക്രോം എലമെൻറ്റ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുവരുന്നു. ഈ കാണുന്ന ബലേനോ എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് മോഡലാണ്. 2015 ഈ ഒരു ബലേനോയുടെ ഹാച്ച് ബാക്ക് ഇറക്കിയെങ്കിലും അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വേർഷനാണ് നമുക്കിപ്പോൾ ഈ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യാം. എഞ്ചിൻ വരുമ്പോൾ 1197 cc ഇൻലൈൻ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതും K12B എന്ന സെഗ്മെൻറ്റിൽ വരുന്ന K സീരീസ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ബലേനോ മോഡൽ 2 എഞ്ചിൻ കോൺഫിഗറേഷൻ വരുന്നുണ്ട്. അത് എഞ്ചിനിൽ മാറ്റം വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 12 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഇതിന് പവർ വരുന്നത് 89 ബ്രേക്ക് ഹോഴ്സ് പവറാണ് വരുന്നത്. ടോർക്കെല്ലാം ചെയ്യുന്നതിന് 113 തന്നെ ടോർക്ക് തന്നെയാണ്. ഹൈബ്രിഡ് സിസ്റ്റം ഉള്ളതിനാണെങ്കിലും ഇല്ലാത്തതിനാണെങ്കിലും സെയിം തന്നെയാണ് വരുന്നത് ടോർക്ക് വരുന്നത്. പവർ ഹൈബ്രിഡ് ഇല്ലാത്തതിന് 83ഉം ഹൈബ്രിഡ് ഉള്ളതിന് 89ആണ് പവർ വരുന്നത്. അതുപോലെ തന്നെ മൈലേജിനും വ്യത്യാസം വരുന്നുണ്ട്. 23.87 ഹൈബ്രിഡ് സിസ്റ്റം ഉള്ള ബലേനോക്ക് വരുന്നതും ഹൈബ്രിഡ് ഇല്ലാത്തതിന് 21.01 കമ്പനി പറയുന്ന മൈലേജ്. ഈ വാഹനത്തിന് 2 ട്രാൻസ്മിഷൻ സെറ്റിങ്സ് വരുന്നുണ്ട്. ഒന്ന് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, പിന്നെ ഒന്ന് CVT വരുന്നുണ്ട്. പിന്നെ ഈ വാഹനം ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മോഡലിലേക്ക് നോക്കിയാൽ ഒരുപാട് ബോഡി ലൈൻസും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് കുറച്ച് ഒരു ബൾജി ആയിട്ടുള്ളൊരു ബോഡി ആയിട്ട് നമുക്ക് തോന്നും. അത് നമുക്ക് ഈ ഫ്രണ്ടിൽ ബമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ബസ്സിനെ ചുറ്റാണെങ്കിൽ ഒരു ബൾക്കി ആയിട്ടുള്ള ഷേപ്പ്, അതുപോലെ തന്നെ അടിയിലേക്കൊരു സ്കേർട്ടിംഗ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഡിസൈനും അതിൽ കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ബോഡി ലൈൻ മാത്രമേ ഈ ബോണറ്റിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ബോഡി ലൈൻ നേരെ ഈ ഫെൻഡറിലേക്കും കയറി ചെല്ലുന്നുണ്ട്. വിൻഷീൽഡ് വാഷറെല്ലാം നമുക്ക് ഈ ഒരു കൗളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ബോണറ്റിൽ നമ്മൾ കാണാറുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു കൗളിലേക്ക് തന്നെ സെറ്റ് ചെയ്ത്
ആ ഒരു പ്രീമിയം മോഡൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം മാരുതി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി വീൽസിൻ്റെ കാര്യം വരുമ്പോൾ 15 ഇഞ്ച് വീലാണ് നമുക്ക് ഈ സിഗ്മ ഡെൽറ്റ മോഡലിന് വരുന്നത്. അതായത് ബേസ് മോഡലും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഈ മോഡലും 15 ഇഞ്ച് വീൽസാണ് വരുന്നത്, സ്റ്റീൽ വീൽസാണ് വരുന്നത്. 185, 65, 15 ടയറാണ് ഈ വാഹനത്തിന് കൊടുക്കുന്നത്, സിഗ്മയ്ക്കും ഡെൽറ്റക്കും. ഇത് നമുക്ക് വീൽ കപ്പ് വരുന്നുണ്ട്, എക്സ്ട്രാ അല്ല ഈ വാഹനത്തിന് തന്നെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ഈ വാഹനത്തിന് മാരുതി നൽകിയിരിക്കുന്നത്. സസ്പെൻഷൻ വരുമ്പോൾ ഫ്രണ്ടിൽ മക്ഫേഴ്സൺ സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിങ്സും ബാക്കിൽ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിങ്സാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ORVM തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്, അതും LED ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബേസ് വേരിയൻ്റ് തൊട്ട് ബോഡി കളർ ഡോർ ഹാൻഡിലാണ് വരുന്നത്, സിഗ്മ ഡെൽറ്റയിലും വരുന്നത്. സീറ്റ ആൽഫയിലേക്ക് വരുമ്പോൾ അത് ക്രോം ഫിനിഷ് ആയിരിക്കും. പിന്നെ A പില്ലറും B പില്ലറും C പില്ലറും എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സ്ലൈറ്റ്ലി ടിൻഡഡ് ഗ്ലാസ് ആണ്, UV കട്ട് ഗ്ലാസ് അല്ല, ഒരു സ്ലൈറ്റ്ലി ടിൻഡഡ് ഗ്ലാസ്സാണ് നമുക്ക് ഈ വാഹനത്തിലെല്ലാം വരുന്നത്. ആൽഫ അത് ഫുൾ ഓപ്ഷൻ മോഡൽ മാത്രമാണ് നമുക്ക് മാരുതി ഒരു UV കട്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ആ ഗ്ലാസ്സിന് വരിക. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുമ്പോൾ 3995 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ വീതി വരുന്നത് 1745 mm വീതിയും 1510 mm ഹൈറ്റുമാണ് ഈ വാഹനത്തിന് വരുന്നത്. വീൽ ബേസ് വരുമ്പോൾ 2520 mm ആണ് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഡോർ പാഡ്സ് എല്ലാം വരുന്നത് പ്ലാസ്റ്റിക് വിത്ത് ഫാബ്രിക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഡോർ പാഡ്സ് ആണ്. അതിൽ തന്നെ ഒരു ബ്ലാക്ക് കളറും ഒരു ഡാർക്ക് ബ്ലൂ കളറും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ബലേനോട് ഒരു മെയിൻ ഒരു ആകർഷണമായിരുന്നു ബ്ലാക്ക് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ കളർ. അപ്പോൾ ഫ്രണ്ട് ഡോർ പാഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡിവിജ്വലി ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് സ്വിച്ച് കാണാം. അതിന് താഴെ ക്രോം ഫിനിഷിലുള്ള ഒരു ഡോർ ഹാൻഡിൽ, അതിന് താഴെ പവറിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കോയിൻസോ കാര്യങ്ങളോ അതിൽ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡോറിൻ്റെ ഗ്രാബ് ഹാൻഡിൽ കൂടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷിലൊരു എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് മാഗസിൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ, ഒരു സ്പീക്കറിൻ്റെ സ്ലോട്ടും കാണാൻ സാധിക്കും. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് നമുക്ക് ഈ ബലേനക്ക് വരുന്നത്. 2520 mm ആണ് ഒരു വീൽ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഒരു വീൽ ബേസിൻ്റെ അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള വീൽ ബേസ് ആണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കാണാൻ സാധിക്കുമ്പോൾ അത് അനുഭവപ്പെടുകയും നമുക്ക് ചെയ്യും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൊരു ഗ്ലൗ ബോക്സ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് വെൻസിലായിട്ട് നമുക്ക് ഈ ഒരു റോളിംഗ് ഷട്ടർ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെൻറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിവറിൽ തന്നെ സെൻട്രലായിട്ട് ഒരു ക്രോമിൻ്റെ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഈ ക്രോം വെൻറ്റിന് ചുറ്റുമായിട്ടൊരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. അതിലൊരു ചെറിയ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു മോശം അല്ലാത്ത അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് മാരുതി. നമുക്ക് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാലും സ്റ്റീരിയോയുടെ രണ്ട് സൈഡിലാണ് സെൻറ്റർ AC വെൻസ് വരുന്നത്. അതിന് ചുറ്റുമായിട്ട് തന്നെ ഈ ഗൺമെറ്റൽ ഗ്രേ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ ക്രോമിൻ്റെ ടിപ്പും കൊടുത്തിട്ടുണ്ട്, ക്രോമിൻ്റെ ഒരു എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീരിയോ വരുന്നത് നമുക്ക് ബേസ് മോഡലിൽ സ്റ്റീരിയോ ഉണ്ടാവില്ല. നമുക്ക് ഡെൽറ്റ തൊട്ടാണ് സ്റ്റീരിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് ഡബിൾ ഡിൻ ആണെങ്കിലും ബട്ടൺസിന് പകരം ഇലക്ട്രോ സ്റ്റാറ്റിക് ടച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ചെറിയ പോർഷൻ മാത്രം ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐകാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നമുക്ക് ഈ ഒരു വാഹനത്തിന് അതായത് ഡെൽറ്റ തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ വാഹനത്തിന് വരുന്നത്. അതായത് ബേസ് മോഡലിലല്ല, ബേസ് മോഡൽ ജസ്റ്റ് മാനുവൽ AC ആണ് വരുന്നത്. ഡെൽറ്റ തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചസാണ് ഈ കാണിച്ചിരിക്കുന്നത്. AC പവർ, AC ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ തന്നെ മോഡ്, നമ്മൾ കാറിലേക്കാണോ മുഖത്തേക്കാണോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു മോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇനേബിൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് കാണുന്നത്, ഓട്ടോ. നമുക്ക് മൊത്തത്തിൽ AC അത് ബ്ലോവർ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച്, എയർ പാസിംഗ് കൺട്രോളിൻ്റെ സ്വിച്ച്, ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ സ്വിച്ച്, റിയർ ഡീഫോഗറിൻ്റെ സ്വിച്ച്, ഫ്രണ്ട് ഡീഫോഗറിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോളിൻ്റെ സ്വിച്ച്, ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്. പുതിയതായിട്ട് വാഹനം മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരു LED ലൈറ്റ് കത്തും, ഒരു റെഡ് കളറിൽ. ആ LED ലൈറ്റ് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടി തോന്നുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആണോ, ട്രബിൾ വന്നേക്കണമെന്ന്. സംഭവത്തല്ല, നമ്മൾ വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് സെൻട്രൽ ലോക്ക്, റിമോട്ടിൽ സെൻട്രൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അത് ആക്ടിവേറ്റ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റെഡ് ലൈറ്റ് ആയിരിക്കും ഇവിടെ കത്താത്. ചിലപ്പോൾ ഈ ഒരു പോർഷനിലായിരിക്കും, ചില കാറിന് മുകളിലായിരിക്കാം, ചില കാറിന് മീറ്റർ കൺസോളിൻ്റെ അകത്തായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ എ സി കൺട്രോൾസിന് താഴെയായിട്ട് നമുക്ക് 12 വോൾട്ട് ചാർജിൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിലറി USB-യുടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുക്കാനായിട്ട് മാരി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പേഴ്സോ അല്ലെങ്കിൽ മൊബൈൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിന് താഴെയായിട്ട് ഗിയർ നോബ് കാണാം. ഗിയർ നോബിന് മുകളിലായിട്ടൊരു ഗ്ലോസി എലമെൻറ്റ് കൊടുത്തിട്ട് അതിന് ചുറ്റുമായിട്ടൊരു ക്രോം എലമെൻറ്റും കൊടുത്തിരിക്കുന്നു. ഗിയർ നോബിന് പിന്നിലായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷൻ കാണാം. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഡിസൈൻ ഒരു നേരത്തെ ഡാഷ്ബോർഡിൽ കാണിച്ച പോലത്തെ ഒരു ഗ്രിപ്പ് ആയിട്ടുള്ളൊരു ഫിനിഷിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിന് എൻഡിലായിട്ട് ക്രോം ടിപ്പും കൊടുത്തിരിക്കുന്നു. അതിന് പുറകിലായിട്ട് നമുക്കൊരു കപ്പ് ഹോൾഡറും അവൈലബിൾ ആണ്. ഈ ഒരു സെൻട്രൽ കൺസോൾ, അതായത് ഡാഷ്ബോർഡിന് കീഴിലുള്ള സെൻട്രൽ കൺസോൾ, അതായത് സെൻട്രൽ ടണലിന് മുകളിലുള്ള സെൻട്രൽ കൺസോളിനും സെയിം ഡാഷ്ബോർഡിൽ കാണുന്ന ഒരു ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് ഗൺമെറ്റൽ ഗ്രേ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നമുക്ക് റൂഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൺവൈസർ കാണാം. കോ ഡ്രൈവറുടെ സൈഡിലുള്ള സൺവൈസർ, അതിൽ തന്നെ നമുക്ക് മിററും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൺവൈസർ ഡിറ്റാച്ചബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ സെൻട്രലായിട്ട് ക്യാബിൻ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സൺവൈസർ, അതിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡറും കാര്യവും കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാവുന്ന ടൈപ്പാണ് വന്നിരിക്കുന്നത്. IRVM വരുമ്പോൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന IRVM ആണ്. നമുക്കിത് സീറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു സീറ്റിംഗ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നല്ല തൈ സപ്പോർട്ട് കാര്യം കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൈഡിലാണെങ്കിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബാക്ക് പൊസിഷൻ ആണെങ്കിലും നമുക്ക് ഈ സൈഡിലൊരു അത്യാവശ്യം നല്ലൊരു കംഫർട്ട് അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഹെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ബേസ് മോഡലിലോട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കപ്പോൾ ഈ വാഹനത്തിൻ്റെ പിൻ സീറ്റിലൊന്ന് കയറി നോക്കാം. പിൻ സീറ്റ് കംഫർട്ടബിൾ കാര്യങ്ങളെല്ലാം നോക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ പാസഞ്ചർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വന്നിട്ടുന്ന ഒരു സീറ്റും കാര്യങ്ങളും അതിൽ വരുന്നത്. അതിൽ ബാക്കിലൊന്നും ഒരു നോക്കാം. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വരുന്നത്, ഞാൻ ഏകദേശം എല്ലാ വീഡിയോകളും പറയാറുണ്ട്, 5 അടി 9 ഇഞ്ച് എൻ്റെ ഹൈറ്റ് വരുന്നത്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങൾ ഈ വാഹനത്തിന് മാരുതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തൈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡീസൻറ്റ് തൈ സപ്പോർട്ട് നമുക്കിതിന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് തൈ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കില്ല. പക്ഷെ നമ്മൾ കാലൊന്ന് നീട്ടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബാക്കിലെ ഡോർ പാഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഫ്രണ്ടിൽ കാണിച്ച പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ തന്നെ ഒരു ഫാബ്രിക്കിൻ്റെ മിക്സിങ്ങാണ് വരുന്നത്. ഡോർ പാഡ്സിലായിരുന്നു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഡോർ ലിവർ, ഇൻഡിവിജ്വലി ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്ന സ്വിച്ച്, പവർ വിൻഡോ സ്വിച്ച്, നമുക്ക് ഗ്രാബ് ഹാൻഡിൽ, അതിൽ തന്നെ എന്തെങ്കിലും കോയിൻസ് യൂസ് ചെയ്യാൻ ഇടാൻ പറ്റുന്ന ഒരു പോക്കറ്റ്, ആംറസ്റ്റ്, ഫാബ്രിക് ആംറസ്റ്റ്. നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിലും ഈ ആംറസ്റ്റ് വരുന്നുണ്ട്, 4 ഡോർസിലും ഈ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ടൊരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ്, താഴെയായിട്ടൊരു ബോട്ടിൽ ഹോൾഡർ, സ്പീക്കറിൻ്റെ സ്ലോട്ട്. നമുക്ക് ബാക്ക് റോയിലേക്ക് വരുമ്പോൾ സെൻറ്ററിലായിട്ട് 12 വോൾട്ട് ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. സെൻട്രൽ ടണലിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻറ്ററിലിരിക്കുന്ന ആൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി തന്നെ അതിൻ്റെ നിർമ്മിതി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്ക് സീറ്റ് വരുമ്പോൾ 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ റൈവൽസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലൊന്നും സ്പ്ലിറ്റ് സീറ്റ് വരാറില്ല. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിലാണെങ്കിൽ ചിലപ്പോൾ ചില മോഡൽസ് നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിന് എല്ലാത്തിനും പ്രീ ടെൻഷൻ വിത്ത് ലോഡ് ലിമിറ്റഡ് സീറ്റ് ബെൽറ്റ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഡുവൽ എയർ ബാഗ്, ABS വിത്ത് EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഹാർട്ട് പ്ലാറ്റ്ഫോം മുതലായവ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മാരുതി ഈ വാഹനത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പകുതി പോർഷന് മുകളിൽ നോക്കുമ്പോൾ ഒരു ലൈറ്റ് ഹാഷ് കളർ ഫിനിഷാണ് നമുക്ക് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ടൊരു ഫാബ്രിക് ഫിനിഷ്, ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ക്യാബിൻ വേറൊരു അഡീഷണൽ ലൈറ്റ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാബ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 1, ബാക്കിൽ 2 ഗ്രാബ് റെയിൽസും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിക്കി സ്പേസും അതുപോലെ തന്നെ ബാക്കിൽ വിശേഷങ്ങളും നമുക്ക് നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോർസാണ് ഈ വാഹനത്തിന് മാരുതി കൊടുത്തിരിക്കുന്നത്. ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് കൂടി കാണാൻ സാധിക്കും. അത്യാവശ്യം ലെങ്തി വാഹനം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിസിബിലിറ്റി കൂട്ടുന്നതിനായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഫ്യൂവലിൻ്റെ ഒരു ക്യാപ്പ് ലിഡും കാണാൻ സാധിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ടെയിൽ ലാംപ്സ് കാണാം, ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതിൽ തന്നെ ഹാലജൻ്റെയും LED-യുടെയും ഒരു മിക്സറാണ് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ബ്രേക്ക് ലൈറ്റ്സ് വരുന്ന LED-യും അതിന് താഴെ റിഫ്ലക്ടർ കാണാം, ഹാലജൻ ഇൻഡിക്കേറ്റർ ബൾബ്, ഹാലജൻ റിവേഴ്സ് ലാമ്പ്. അതിന് സൈഡിലായിട്ട് ക്രോം ഫിനിഷിൽ നമുക്കൊരു ബലേനയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഡിക്കിയുടെ സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ക്രോം ഫിനിഷോടുള്ള ഒരു ബാഡ്ജിങ് കാണാം.
അതിൻ്റെ മുകളിലായിട്ട് ബാക്കിലെ ഗ്ലാസ്സിൽ ഡീഫോഗർ വിത്ത് വൈപ്പറും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഹൈമൗണ്ട് LED സ്റ്റോപ്പിംഗ് ലാമ്പ്, അത് സ്പോയിലറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് ഈ ബലേനോ ഹാച്ച് ബാഗിൽ ബേസ് മോഡലോട്ട് സ്പോയിലർ ഇൻബിൽട്ട് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഡീഫോഗർ വൈപ്പർ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടും അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ താഴെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട്, നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനത്തിന് റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. ഈ വാഹനം അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. 339 ലിറ്ററാണ് ഈ വാഹനത്തിന് ഡിക്കി സ്പേസ് വരുന്നത്, ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് എന്തെങ്കിലും കിറ്റ് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുള്ളൊരു ഹുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസാണ് ഇതിൽ വരുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ കാണിക്കുന്നത്. നാല് ഡോട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ് ഈ വാഹനത്തിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത്. ഇത് നമ്മുടെ ഈ ബേസ് മോഡലോട്ട് തന്നെ ഈ ഒരു 4 ഡോട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ ബമ്പറിന് താഴെയായിട്ട് അതിൻ്റെ സൈഡിലായിട്ടും റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന സ്ലോട്ട്. 5 കളേഴ്സാണ് മെയിനായിട്ട് ഈ വാഹനത്തിന് മാരുതി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഗ്മ ഗ്രേ എന്ന് മാരുതി വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രേ കളറാണ്. അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ബ്ലൂവും വരുന്നുണ്ട്. ബ്ലൂ ആണ് കുറച്ചുകൂടിയും ഇവർ ഹൈലൈറ്റ് ചെയ്ത്, അത് അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിലും ബ്ലൂ ആണ് കുറച്ചുകൂടി ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കളർ. നമുക്കിനി വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡ് പോർഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഡ്രൈവർ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള, നമ്മൾ നേരത്തെ കണ്ട ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഡോർ ലിവറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്ന സ്വിച്ച്. അതിന് താഴെയായിട്ട് നമുക്ക് ORVM, നമ്മുടെ ഔട്ടർ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ജോയ്സ്റ്റിക്ക് കാണാം. അതുപോലെ തന്നെ ORVM ഫോൾഡ് ചെയ്യുന്ന ഒരു സ്വിച്ചും കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് വാഹനം മാനുവലി സെൻട്രൽ ലോക്ക് ബട്ടണാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ വിൻഡോ ലോക്ക് ബട്ടൺ. അതിന് താഴെയായിട്ട് 4 പവർ വിൻഡോസ്, 4 ഡോറിന് പവർ വിൻഡോസാണ് കാണുന്നത്. ഡ്രൈവർ സൈഡ് എന്ന് പറയുമ്പോൾ ഓട്ടോ ഡൗണും ഉണ്ട്, ഓട്ടോ അപ്പും ഉണ്ട്. ഇതിൽ തന്നെ ഒരു പിഞ്ച് കാർഡ് ഫംഗ്ഷനും ഈ വാഹനത്തിന് വരുന്നുണ്ട്, ഈ ഒരു ഡ്രൈവർ സൈഡ് പവർ വിൻഡോക്ക്. അതിന് താഴെയായിട്ട് നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ വിത്ത് പോക്കറ്റ് വരുന്നുണ്ട്, ആംറസ്റ്റും വരുന്നുണ്ട്, ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയുള്ള ആംറസ്റ്റ്. അതിന് താഴെയായിട്ട് മാഗസിൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ സ്ലോട്ട്. ജസ്റ്റ് ആ പിഞ്ച് കാർഡ് ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് പിഞ്ച് കാർഡ് ഫംഗ്ഷൻ വരുന്നത്. നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു AC വെൻറ്റ് കാണാം. AC വെൻറ്റ് ചുറ്റുമായിട്ടൊരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷ് കാണാം. നമുക്ക് ഇതിൻ്റെ AC വെൻറ്റിൻ്റെ ഷട്ടർ ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചാണ് കാണുന്നത്. AC വെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ലിവറിൽ തന്നെ സെൻട്രലായിട്ടൊരു ക്രോം എലമെൻറ്റും കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വരുമ്പോൾ കുറേ സ്വിച്ചുകളുടെ ഡെമ്മി സ്ലോട്ടാണ് കാണുന്നത്. നമുക്കിവിടെ ഫോഗ് ലാമ്പൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷനിലായിരിക്കും സ്വിച്ചസ് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഹെഡ് ലാമ്പിലെ ലോബിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന, ലോബിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവറാണത്. ആക്സിലേറ്റർ പെഡൽ, ബ്രേക്ക് പെഡൽ, ക്ലച്ച് പെഡൽ. അതിന് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഫുഡ് റെസ്റ്റും കാണുന്നുണ്ട്, ഡെഡ് പെഡലും കാണും. നമുക്ക് ഇതിൻ്റെ ബേസ് മൊത്തം ഒരു ഫാബ്രിക് കാർപ്പറ്റ് ആയിരിക്കും ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിൽ ഒരു അപ്ഡേഷൻ വന്ന സമയത്ത് ഒരു ഫീച്ചർ ആഡ് ചെയ്ത് വന്നിരുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ മാരുതി ഈ വാഹനത്തിന് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചറും അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു അപ്ഡേഷനിൽ. ജസ്റ്റ് നമ്മൾ ഈ കീ, അതായത് ഈ കീയിലെ റിമോട്ട് വെച്ച് നമുക്ക് ഈ വാഹനം ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ORVM ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഈ കീ ഇഗ്നിഷനിൽ ഇട്ട് കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ അത് അൺഫോൾഡ് ആവുകയും ചെയ്യും. നമ്മൾ പ്രീമിയം കാർസിൽ മാത്രമാണ് ഇത്തരം ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ബലേനോയ്ക്ക് മാരുതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഈ ORVM നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കിനി ഇഗ്നിഷനിൽ കീ ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് അത് അൺഫോൾഡ് ആവുകയും ചെയ്യും. ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീച്ചറാണ് ഈ കാണുന്നത്. മിറർ നമുക്ക് ഓട്ടോ ഫോൾഡിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നത്. അതുപോലെ നമുക്ക് ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകുമ്പോൾ സ്പീഡോമീറ്റർ, അതിന് താഴെയായിട്ട് നമുക്ക് ഫ്യൂലിൻ്റെ ഒരു ഗേജും. ഇവിടെ നമുക്ക് കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർണിംഗ് ലൈറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണിക്കുന്നത്. അതിന് താഴെയായിട്ട് മീറ്ററിൻ്റെ രണ്ടിനും സെൻട്രലായിട്ട് ഒരു മോണോക്രോമാറ്റിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് ബലേനോ, സിഗ്മ ആൻഡ് ഡെൽറ്റയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. സീറ്റ ആൽഫയിലേക്ക് വരുമ്പോൾ, അതായത് ടോപ്പ് 2 വേരിയൻസിലേക്ക് വരുമ്പോൾ 4 ഇഞ്ച്
ഒരു കളർ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് RPM മീറ്റർ കാണാം, ടാക്കോമീറ്റർ കാണാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു വാർണിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ്, ബാറ്ററി, ഓയിൽ, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ECM അതിൻ്റെ വാർണിംഗ് ലൈറ്റ്സും അതിലും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഗേജ് കാണാം. നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും രണ്ട് സ്റ്റിക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ മീറ്ററിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റിക്കുകളാണ് വരുന്നത്. ഒന്ന് ട്രിപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിക്കും വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഒരു 3 സ്പോക്ക് റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ വരുന്നത്. സ്റ്റിയറിംഗ് സെൻട്രലായിട്ട് നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. അതിന് സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ക്രോം ഫിനിഷുള്ളൊരു എംബ്ലം കാണാം. ആ സ്പോക്കിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ക്രോം എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഡെൽറ്റ വേരിയൻറ്റിൽ തൊട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് സ്റ്റീരിയോ കൺട്രോൾസ് നമുക്ക് ഈ സ്റ്റിയറിംഗിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. മ്യൂട്ട് ചെയ്യാനും മോഡ്, അതായത് നമുക്ക് FM, AM, ബ്ലൂടൂത്ത് അതുപോലുള്ള സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മോഡ്. വോളിയം കൺട്രോൾ ചെയ്യാനും, അതിലിപ്പോൾ FM-ലെ ചാനൽസ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഫോൺ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ വാഹനത്തിൽ. ഡെൽറ്റ ഓട്ടോ ഈ വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാം എങ്ങനെ ഫോൺ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഞാൻ ലിങ്ക് ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഈ സ്റ്റീരിയോ പറഞ്ഞപ്പോൾ ആ ടൈമിൽ ഞാൻ കാർഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാനൽ മാറ്റണമെങ്കിലും പാട്ടൊക്കെ നെക്സ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു ബട്ടൺ. അതിൻ്റെ താഴെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ച്, കോൾ കട്ട് ചെയ്യാനുള്ള സ്വിച്ച്, സെൻട്രലായിട്ടാണ് ഫോൺ വരുന്നത്. സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ടെലിസ്കോപ്പിംഗ് ഉണ്ടാവില്ല, ജസ്റ്റ് ടിൽറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റിയറിംഗിൻ്റെ റൈറ്റിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലിവറും വിത്ത് ഹെഡ് ലാമ്പിൻ്റെ സെലക്ടേഴ്സും അതിൽ തന്നെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പേഴ്സിൻ്റെ ലിവറും വരുന്നുണ്ട്. ഇതിൻ്റെ ടിപ്പിലായിട്ട് റിയർ വൈപ്പറിൻ്റെ കൺട്രോൾസാണ് ഇതിൽ വരുന്നത്, ഈ ഒരു ചെറിയ ടിപ്പിലായിട്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഗിവ് എവേയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഗിവ് എവേ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വാഹനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യന് ഉത്തരം നൽകുന്ന ആൾക്കാരിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് അവരിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഉത്തരം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ എത്ര പേരായിക്കോട്ടെ ആ ആൾക്കാരിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, ഗിഫ്റ്റ് ബൈ കൊറിയർ വീട്ടിലെത്തുന്നതായിരിക്കും. നമ്മൾ മാരുതി സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്ന 2 ആക്സസറീസ് ആയിരിക്കും. അപ്പോൾ ഗിവ് എവേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ബലേനോ വാഹനത്തിൻ്റെ എസ്റ്റേറ്റ് മോഡലിൻ്റെ പേരെന്ത്? ഓക്കെ, ബലേനോ എസ്റ്റേറ്റ് മോഡലിൻ്റെ പേരെന്ത്? അതുപോലെ തന്നെ ബലേനയിൽ വരുന്ന മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്ന എൻജിൻ കോൺഫിഗറേഷനിൽ വരുന്ന പവർ എത്രയാണ്? ഓക്കെ, പവർ എത്രയാണ്? മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്ന എൻജിൻ കോൺഫിഗറേഷനിൽ വരുന്ന ബലേനോയുടെ പവർ എത്രയാണ്? ഈ 2 ക്വസ്റ്റ്യന് ഉത്തരം ചെയ്യുക. 2 ക്വസ്റ്റ്യനും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുന്നവരായിരിക്കും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൊച്ചി എക്സ്ഷോറൂം വില, അതായത് ബലേനോ ഡെൽറ്റ 5 സ്പീഡ് മാനുവൽ വാഹനത്തിൻ്റെ കൊച്ചി എക്സ്ഷോറൂം വില എന്ന് പറയുമ്പോൾ 6,61,000 കൊച്ചി എക്സ്ഷോറൂം വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ CVT മോഡലിൻ്റെ വില വരുന്നത് 7,82,000. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡെൽറ്റയുടെ സെക്കൻഡ് വേരിയൻറ്റ് ഡെൽറ്റയുടെ ഹൈബ്രിഡ് മോഡലിൻ്റെ വില വരുന്നതും 7,51,000 ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോസ് കാര്യങ്ങൾ ഫ്രണ്ട്സിനും കൊളീഗ്സിനൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.